നീ 100 പേര് എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1 2. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലൈംഗിക അതിക്രമ കേസിൽ നടനും MLA-യുമായ എം മുകേഷ് അറസ്റ്റിൽ എന്നൊരു വാർത്ത വരുന്നു. എം മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് മുകേഷിന്റെ അറസ്റ്റ് പീഡന കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരൊക്കെ പറ്റിച്ച് നൈസായിട്ടങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലായിരുന്നു ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നത്. അതിനുശേഷം അറസ്റ്റിലേക്ക് നീങ്ങി എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. പോലീസ് ചോദ്യം ചെയ്യാൻ തപ്പിയെടുക്കുന്നതിന് മുമ്പ് വല്ല കുണ്ടിലോ കുടിയിലോ പോയി ഒളിച്ചോ? നടൻ സിദ്ദിഖ് കുരുക്കിലേക്ക്. ഈ ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാവരും അകത്തു പോകും. സിദ്ദിഖ് ഒളിവിലാണ് എന്ന ചില സൂചനകൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചിട്ട് ആർക്കും ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. നീയും കൊടുക്കും. എറണാകുളത്തിന്റെ നഗരപ്രദേശത്ത് മാത്രമല്ല മറ്റിടങ്ങളിൽ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അഭിഭാഷകരുമായൊക്കെ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കവും സജീവമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ചാടിച്ച. 468, 420, 120B അങ്ങനെ നിറയെ വകുപ്പുകളാ. എല്ലാരും അകത്താവുക ഉറപ്പാ.